സ്കൂളിലെ പിക്നിക്കിന് വിടാത്തതുകൊണ്ട് ഡിപ്രഷൻ അടിച്ചിരുന്ന കുഞ്ഞപ്പനാണ്. അത് കണ്ട് ഡിപ്രഷൻ അടിച്ച് ഡാഡി പറഞ്ഞു എന്നാൽ കൊണ്ടുപോയോ അവന് നമുക്കൊരു മന്തി മേടിച്ചു കൊടുക്കുക. മന്തി എന്ന് കേട്ടപ്പോൾ അവൻ്റെ ഡിപ്രഷനൊക്കെ പമ്പ അടന്നു. മന്തി എന്ന് പറഞ്ഞാൽ ആളിൻ്റെ വളരെ ഫേവറേറ്റ് സാധനമാണ്. നട്ടുച്ച 12 മണിക്കാണ് വിളിച്ച് പറയണത്. അങ്ങനെ ഞങ്ങൾ പിന്നെ റെഡിയായി ബസ് പിടിച്ച് നേരെ കൈകൊട്ട് പോയി കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഡാഡി പറഞ്ഞ് സംസമിലേക്ക് വായോ, ഞാനും കൂടെ ജോയിൻ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ നേരെ പാളയത്ത് ഇറങ്ങി സംസമിലേക്ക് പോകുന്നുണ്ട്. ഡാഡി ഓഫീസിൽ നിന്ന് ഫുഡ് കൊണ്ടുപോയതാണ്. അത് ആർക്കോ ഷെയർ ചെയ്തിട്ട് ഞങ്ങളെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്ക് മന്തി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റാണ് കുഞ്ഞപ്പന്. നമ്മളത് അവൻ കഴിക്കണ കണ്ടാലും നമ്മൾ അത്രയും ആസ്വദിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ സംസമിലെത്തി കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിരുന്നപ്പോഴത്തേക്കും ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് പിന്നെ വേറെ ഒന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. മന്തി എന്ന് തന്നെ പറഞ്ഞാണല്ലോ പോയത്. ഞാനൊരു വെറൈറ്റി കോംബോ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. അവിടെ ഒരു നെയ്ച്ചോറിൻ്റെയും മലബാർ ചിക്കൻ കറിയുടെ ഒരു കോമ്പിനേഷൻ. ഞാൻ അതാണൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര വേർത്തായിട്ട് എനിക്ക് തോന്നി. റൈസും ഒരു പീസ് ചിക്കൻ കറിയാണ്, പക്ഷേ ഗ്രേവിയൊക്കെ സൂപ്പറായിരുന്നു. അതിൻ്റെ കൂടെ 2 സൈസ് അച്ചാറും കുറച്ച് ചിക്കൻ്റെ ഗ്രേവിയും പിന്നെ സലാഡും തന്നിട്ടുണ്ടായിരുന്നു. 65 95 അത്ര റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. നന്നായിട്ട് വയറ് നിറയാനുണ്ടായിരുന്നു. അവരൊരു ഹാഫ് മന്തിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഫുള്ള് മേടിക്കാൻ പറഞ്ഞപ്പോൾ ഞാനാണ് അവരെ നിരുത്സാഹപ്പെടുത്തി, അത്രയും വേണ്ടല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് കഴിച്ച് കഴിഞ്ഞപ്പം കുഞ്ഞപ്പന് വയററിയാത്ത പോലെ തോന്നി. അങ്ങനെ ചോദിച്ചപ്പം പറഞ്ഞ് ഇച്ചിരി കൂടെ കിട്ടിയാൽ കൊള്ളായിരുന്നു. അങ്ങനെ പിന്നെ അവനൊരു 1/4 മന്തിയും കൂടെ മേടിച്ചു കൊടുത്തു. അവൻ ഡബിൾ ഹാപ്പി. എടാ ടൂറായിരുന്നോ, ഇതാണോ നല്ലതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മ ടൂറിന് പോയെങ്കിൽ എനിക്ക് ഒരു ബിരിയാണി അല്ലേ കിട്ടുള്ളൂ, ഇതിപ്പോൾ എനിക്ക് വയറ് നിറയെ മന്തി കിട്ടിയല്ലോ. അവൻ്റെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾ ഹാപ്പിയായി. അവൻ്റെ ഡാഡി പിന്നെ ഡബിൾ ഹാപ്പിയായി. പാവം കുറേ നാളുകൊണ്ട് പറഞ്ഞോട്ട് കുഞ്ഞപ്പനെ കൊണ്ടുപോയി ഫുഡ് മേടിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ കുഞ്ഞപ്പനെ ഹാപ്പി, ഞങ്ങളെ ഹാപ്പി. അത് കഴിഞ്ഞ് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ ആശാനും വേണമെന്നൊക്കെ ഉണ്ട്. പിന്നെ ഒരു ചമ്മലുണ്ട്, വേണ്ടാന്ന് പറഞ്ഞതന്നേ ഉള്ളൂ. അവൻ കഴിക്കുന്ന തന്നെ നല്ല രസമാണ് കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ കഴിക്കണ കാണുമ്പോൾ നമ്മുടെ മനസ്സും അങ്ങനെ അറിയും. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് കൂൾ ബ്ലൂ വേണം, ഞാൻ കുറേ നാളായി കുടിച്ചിട്ടെന്ന്. അങ്ങനെ അവനൊരു കൂൾ ബ്ലൂ മേടിച്ചു കൊടുത്തു. ഞാനും അപ്പോഴേക്കൊരു സ്വീറ്റ് ക്രേവിങ് തുടങ്ങി. അങ്ങനെ ഒരു ഫ്രൈഡ് ഐസ്ക്രീം എന്ന് പറഞ്ഞൊരു സാധനം മേടിച്ച് കഴിച്ചു നോക്കി കേട്ടോ. കൊള്ളായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ എന്തായാലും ടൂറ് പോണേനേക്കാളും പൈസ ആയിട്ടുണ്ടായിരുന്നു ഫുഡിന്. അങ്ങനെ ഞങ്ങൾ സംസാമിനോട് ബൈ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡാഡി നേരെ തിരിച്ച് ഓഫീസിലേക്ക് പോയി. ഞങ്ങളൊരു ഊബർ പിടിച്ച് ഈസ്റ്റ് ഫോർട്ടിലേക്കും പോയിട്ടുണ്ടായിരുന്നു. ഈസ്റ്റ് ഫോർട്ടിൽ നിന്നാകുമ്പം തിരക്കില്ലാണ്ട് ബസ്സിൽ ഇരുന്ന് വരാൻ പറ്റുമല്ലോ, അതാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് ചെറിയ പർച്ചേസും കൂടെ നടത്തിയിട്ടുണ്ട്. ചെറിയ കമ്മലൊക്കെ റോഡിൽ കണ്ടപ്പോൾ അതൊക്കെ കൂടെ മേടിച്ചിട്ട് നേരെ ബസ് പിടിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കുഞ്ഞപ്പം ബസ്സിൽ ഇരുന്ന് ഉറങ്ങി. പാവം കേട്ടോ, ആൾ ഭയങ്കര ഫുഡിയാണ്. ഫുഡിനോട് ഭയങ്കര ഇൻട്രസ്റ്റ്. അവൻ പുറത്തിറങ്ങണേ ഫുഡ് കഴിക്കാനാണ്. അവൻ കഴിച്ച് മനസ്സ് പറഞ്ഞപ്പോൾ ഞങ്ങളുടെയും മനസ്സ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം. നിങ്ങളുടെ കുട്ടികളൊക്കെ ഇങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ